നിങ്ങൾ അങ്ങോട്ട് മാറി അവിടേക്ക്. ചേച്ചി എന്നെ വിളിച്ച് വണ്ടി കയറി ചേച്ചി വണ്ടി കയറി ചേട്ടൻ വണ്ടി കയറി. ഉണ്ടാക്കാൻ പറ്റുമോ? കാറിൽ യാത്ര ചെയ്ത കുടുംബത്തിന് നേരെ ബൈക്കിലെത്തിയ യുവാക്കളുടെ ആക്രമണം. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഷാജിക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ഷാഹിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 വയസ്സുകാരിയായ മകളുമാണ് കാറിൽ യാത്ര ചെയ്തത്. ഈ സമയത്താണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം ഇവരെ ആക്രമിച്ചത്. ഷാഹിന് എന്താണ് സംഭവിച്ചത്? ഇത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ ചങ്ങനാശ്ശേരി കല്യാണം കൂട്ടി എൻ്റെ ഭാര്യയെല്ലാം ഉണ്ടായിരുന്നു. കല്യാണം കൂട്ടി തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാനെൻ്റെ കൂട്ടുകാരൻ അവിടെ ബൈക്കിൽ നിൽക്കുന്നത് കണ്ടുവച്ച് ഞാൻ അപ്പുറത്ത് പോയി തിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി വർത്താനം പറയുമായിരുന്നു. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിടയ്ക്ക് ഒരു ബൈക്ക് 2 പേര് ബൈക്കേ വന്നിച്ച് പുറകെ വന്ന് ഹോൺ അടിച്ചു. അപ്പോൾ എൻ്റെ വണ്ടി ശകലം റോഡിന് വെളിയിൽ വന്ന് നിന്നത്. അപ്പോൾ അവിടെ ലോറി പോകാനുള്ള സ്പേസ് ഉണ്ട്. എന്നിട്ട് ഇവർ ഹോൺ അടിക്കുന്നത് കണ്ടിച്ച് ഞാൻ അതിനെ ശകലം മുന്നോട്ട് കയറ്റി ഒതുക്കി നിർത്തിയപ്പോൾ ഇവരെൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് എന്നോട് ആദ്യം ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, എൻ്റെ വണ്ടി ശകലം റോഡിൽ നിന്ന് ഞാൻ ഒതുക്കി തന്നിട്ടുണ്ട്, ചേട്ടാ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടാണ് പോവണ്ടേ എന്ന് ചോദിച്ച് മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കുമായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ക്ഷമ പറഞ്ഞപ്പോഴും ഇവർ ജമ്പ് ചെയ്താൽ പോകാതെ വന്ന് ലാസ്റ്റ് വണ്ടിയുടെ സൈഡ് മിററെ കയറി പിടിച്ചു. ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടാ സൈഡ് മിറർ പൊട്ടും, അത് വിടുക, വണ്ടികളൊന്നും ചെയ്യാതെ വണ്ടിയൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ സമ്മതിക്കില്ല. വലിച്ചു പൊട്ടിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വന്ന് ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവർ ജമ്പ് ചെയ്ത് സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് ഇത് ഞാൻ പറഞ്ഞു, പൈസ തരേണ്ട, അവർ പൊട്ടിക്കഴിഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പൈസ തരണം, പ്രകോപനായിട്ട് നമ്മളോട് പൈസ തരണം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ബൈക്ക് കുറച്ച് മുന്നോട്ട് കയറ്റി വട്ടം വെച്ച് നിർത്തിയിട്ട് ഇവരിൽ ഒരാൾ ഇറങ്ങി വന്നു. അപ്പോൾ എൻ്റെ കൂടത്തിൽ നിന്ന് അപ്പുറത്ത് വർത്താനം പറഞ്ഞ് കൂട്ടുകാരൻ പോയി ആളോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ പൊക്കോ എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബൈക്ക് ഓടിച്ചിട്ട് ആൾ ഇറങ്ങി വന്നിച്ച് എനിക്കിത് അടിക്കുകയും ചെയ്തേ. അത് നമ്മളെ ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ CCTVക്കകത്ത് കറക്റ്റായിട്ടുള്ളത്. എന്നെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടി കിടക്കുന്നത് കണ്ടിട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി വണ്ടിയെല്ലാം റോഡ് മൊത്തം ബ്ലോക്കായി നാട്ടുകാരെല്ലാം വന്ന് പിടിച്ചു മാറ്റിയിട്ട് പോലീസിനെ വിളിച്ച് പോലീസ് വന്നു കഴിഞ്ഞിട്ട് ഈ പറയുന്ന 2 അംഗ സംഘത്തിലെ ആൾക്കാർ അവർ അടുത്ത് ലോക്കൽ ഉള്ളതാണെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള കോളനിക്കകത്തുള്ളവരാ എന്നും പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഹൈവേ പോലീസാണ് വന്നത്. ഹൈവേ പോലീസ് വന്ന് നിൽക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്ന് എന്നെ അടിക്കുമായിരുന്നു. ഇവർ വിളിച്ചു വരുത്തിയ ആളുകൾ വന്ന് താങ്കളെ വീണ്ടും മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ടൊക്കെയാണ് ഉപദ്രവിച്ചു. ഹെൽമെറ്റ് ഇട്ട് അടിച്ചു, പുറകിലൊക്കെ അടിച്ചു, പുറത്തടിച്ചു. പിന്നെ താക്കോൽ വെച്ച് ഒരാൾ കുത്തി ഇവിടെ കിഴിഞ്ഞിരിപ്പുണ്ട്. ഹെൽമെറ്റ് അടിച്ചെടുക്കുന്നത് മൊത്തം ചതഞ്ഞിരിക്കുക. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് ഞങ്ങൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായിട്ട് എക്സ്റേ എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, ആ കൂടത്തിൽ വൈഫ് ഉണ്ടായിരുന്നു, എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞുണ്ടായിരുന്നു. വൈഫിൻ്റെ ഉടുപ്പൊക്കെ ഒരു വലിച്ചു കയറി കുഞ്ഞിനെ ഉപദ്രവിക്കാനൊക്കെ പോയി. അവൾ കുഞ്ഞിനെ ഒരു വിധത്തിൽ മാറ്റിയെടുത്ത് ഉപദ്രവിക്കാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിലവിൽ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി ഫുട്ടേജും കാര്യങ്ങളെല്ലാം പോലീസുകാരുടെ കയ്യിലുണ്ട്. ഹൈവേ പോലീസിൻ്റെ കയ്യിൽ നല്ലപോലെ ഫുട്ടേജ് ഉണ്ട്. കാരണം അവർ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇവർ മർദ്ദിക്കുന്ന ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം ഹൈവേ പോലീസിലെ ആൾക്കാരുടെ കയ്യിലുണ്ട്. ഇവരെ താങ്കൾക്ക് മുൻപരിചയമുള്ളവർ, എന്തെങ്കിലും തരത്തിൽ ശത്രുതയുള്ളവർ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, ഞാൻ ഇവരെ ഇതിനു മുമ്പ് ഇതുവരെ കണ്ടിട്ടുമില്ല. ഇവർ അവിടെ ഉള്ളതാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾക്ക് ഇതുവരെ അറിയത്ത് പോലും ഇല്ലാത്ത. ഞാൻ ഈ കാഞ്ഞിരപ്പള്ളി ആണെങ്കിലും നമ്മൾ ഈ കുറച്ചൊരു 10 കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 8 കിലോമീറ്റർ അകത്തോട്ടുള്ള സ്ഥലത്താണ്, നമ്മൾ ഇടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നതും. മതിലഹരി ആക്രമിക്കുക, അവർക്ക് നേരെ പോലും നിൽക്കത്തില്ല. ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്കും പുറകിരുന്ന ആൾക്കും നേരെ പോലും നിൽക്കാനുള്ള ഇതില്ല. അതുപോലെ മദ്യമായിരുന്നു. വണ്ടി സൈഡിൽ നിർത്തിയതിൻ്റെ പുറത്താണ് ഇവർ വന്നിച്ച്. അവർക്ക് പോകാനുള്ള ഇഷ്ടംപോലെ ഇടയിൽ ലോറി പോകാനുള്ള സ്പേസ് ഉണ്ട് അവിടെ റോഡിന്, നല്ല വീതിയുള്ള റോഡാണ്. പക്ഷേ അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ പെരുമാറിയത്. താങ്കളെ ആക്രമിക്കുകയും ഭാര്യയുടെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. അവളുടെ വസ്ത്രം വലിച്ചു കീറി പിടിക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്തവർ, പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പോലീസുകാർ നിയമപരമായിട്ട് ഇപ്പം 4 പ്രതികളുണ്ടായിരുന്നു. 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, റിമാൻഡ് വിടുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാറിൽ യാത്ര ചെയ്ത കുടുംബത്തെ ബൈക്കിലെത്തിയ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ 4 പ്രതികളെ പൊൻകുന്നം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.
വെള്ളം അടിച്ചോ നിങ്ങള് മാറിക്ക മാറിക്കോട്ടെ ഇപ്പൊ മാറിക്ക അവിടെ മാറി നിങ്ങൾ അങ്ങോട്ട് മാറി അവിടേക്ക് നിങ്ങൾക്കല്ലേ അടി കിട്ടുക മാറിക്ക വണ്ടി കല്ല വിട്ടുവാ മാറിയേ മാറിയേ ചേച്ചി കല്ല വിളിച്ച് വണ്ടി കയറി ചേച്ചി വണ്ടി കയറി ചേട്ടൻ വണ്ടി കയറി വണ്ടി കയറാൻ പറ ചേച്ചി വണ്ടി കയറിക്ക് നീ ഇരിക്കോട്ടെ വണ്ടിക്കെടുത്തോണ്ട് പോകാനാ ഇല്ല 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 പ്രശ്നമില്ല വണ്ടി അടിക്കും ശേഷം കൊണ്ടോ ഇവിടുന്ന് വണ്ടി പോട്ടെ പിള്ളേരെ കൂട്ടി വണ്ടി പോട്ടെ